ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം പറഞ്ഞു വരുമ്പോഴേ നിങ്ങൾക്ക് പിടികിട്ടത്തുള്ളൂ. നീ കമിലസോ അതോ കമ്മുന്ന വ്യക്തിയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഈ എപ്പിസോഡ് കേൾക്കുമ്പോൾ മനസ്സിലാവും. കമിലസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനാണ്. പക്ഷേ ഈ വിശുദ്ധന് തൻ്റെ ജീവിതത്തിൽ രണ്ട് പാർട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. ആദ്യ ഭാഗം, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒത്തിരിയേറെ പാപാവസ്ഥകൾ ഉള്ള വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. രണ്ടാം ഭാഗം എന്ന് പറയുന്നത് നമുക്കൊക്കെ അനുകരിക്കാവുന്ന, നമ്മൾ അനുകരിക്കേണ്ട ഒരു ഭാഗമാണ്, ഒരു വിശുദ്ധൻ്റെ ജീവിതം. ഈ കമിലസ് അദ്ദേഹം ഉണ്ടായി തന്നെ അമ്മയ്ക്ക് 60 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. പ്രസവ വേദന മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ ഓടി ചെന്നിട്ട് തൊഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തായിരുന്നു, അവിടെ കച്ചി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ കച്ചിയിലേക്കാണ് ഈ മനുഷ്യനെ പ്രസവിച്ചിട്ടത്. സാധാരണ നമുക്കൊക്കെ കിട്ടിയതുപോലെ ആശുപത്രിയിലോ വീട്ടിലോ അങ്ങനെയുള്ള വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് അവൻ ജനിച്ചു വീണത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അപ്പൻ സൈനിക സേവനത്തിലായിരുന്നു. പക്ഷെ അപ്പൻ അങ്ങനെ ആയിരുന്നെങ്കിലും കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കുക ഒന്നും ചെയ്തില്ല. മകന് ആകപ്പാടെ അപ്പനിൽ നിന്നും കിട്ടിയത് അപ്പൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു വാള്, അത് സ്വീകരിച്ചു. പിന്നെ ഈ വാളെടുക്കാനുള്ള ആ പ്രാപ്തി ആയപ്പോഴേ അതെടുത്ത് അതനുസരിച്ച് ഇങ്ങനെ ഫൈറ്റിംഗ്, യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ പറ്റും കമിലസ്. അങ്ങനെ പോയ സമയത്ത് പുള്ളിയുടെ കാലിൽ ഒരു വ്രണമുണ്ടായി. ആ വ്രണം മരണം വരെ സുഖപ്പെട്ടില്ല. പക്ഷേ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ വ്രണം വെച്ചുകൊണ്ട് വ്രണമുള്ള മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന വ്യക്തിയായിട്ട് കമിലസ് മാറി. ഇനി ഈ മനുഷ്യനും സൈനിക സേവനത്തിൽ ഏർപ്പെട്ടു. അവിടെ നിന്ന് സമ്പാദിക്കാൻ പറ്റിയെങ്കിലും അതെല്ലാം ചൂത് കളിച്ച് നശിപ്പിച്ചു. പല ദുശീലങ്ങളിൽ പെട്ട് ഉള്ളതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ചൂത് കളിക്കാൻ പോകുന്നത്, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില എളുപ്പമാർഗത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി അങ്ങനെയുള്ള മാർഗങ്ങളിൽ ഏർപ്പെടുന്നവർ, വേണേ ഗെയിം കളിക്കുന്നവർ, അങ്ങനെയെല്ലാം വലിയ ബാധ്യതകൾ കുടുംബത്തിന് വരുത്തി വെച്ചിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 24-ാമത്തെ വയസ്സിൽ ഒരു കപ്പൂച്ചൻ ഫാദർ ഈ മനുഷ്യനെ, കമിലസിനെ ഉപദേശിച്ചു. ആ ഉപദേശം അദ്ദേഹം ശിരസാ വഹിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വലിയ മാറ്റം വന്നു. നേരത്തെ ഇങ്ങനെ കളിക്കണമെന്നുള്ള കമ്പം, ഇങ്ങനെ ചൂതുകളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആ വ്യക്തിക്ക് മാറ്റം വന്ന് പിന്നീട് പുള്ളി ശുശ്രൂഷ ജീവിതത്തിലേക്ക് വരുന്നത് കാണാൻ പറ്റും. അദ്ദേഹം ഈ ചുവന്ന കളറിലുള്ള കുരിശ് ധരിച്ച് അദ്ദേഹം ശുശ്രൂഷ ചെയ്യാനായിട്ട് ആശുപത്രികളിലും, അദ്ദേഹത്തിൻ്റെ കാലിന് ചികിത്സ സ്വീകരിച്ചതുപോലും ഒരു ആശുപത്രിയിൽ നിന്ന് സേവനം ചെയ്തുകൊണ്ടാണ്. അതായിരുന്നു റെഡ് ക്രോസിൻ്റെ ആരംഭം. ഇന്ന് റെഡ് ക്രോസുകാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്, ലോകമാസകലം അവർ ചെയ്യുന്ന വൻ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവുള്ളതാണ്. അതിൻ്റെ ആരംഭം ഇവിടെയായിരുന്നു, വിശുദ്ധ കമിലസിൽ. ഇനി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം പോലെ ആയിരുന്നില്ല രണ്ടാം ഭാഗം. രണ്ടാം ഭാഗം മാനസാന്തരപ്പെട്ടതിന് ശേഷം വിശുദ്ധ ഫിലിപ്പ് നേരി ഉപദേശിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം വൈദികനാകാൻ പോലും തീരുമാനമെടുത്തത്. അങ്ങനെ വൈദികനായി. എന്നിട്ടും പുള്ളിയുടെ കാലിലെ വ്രണം ഒന്നും മാറിയില്ല. അത് വെച്ചുകൊണ്ട് പുള്ളി ശുശ്രൂഷ ചെയ്ത് മറ്റുള്ളവരെ, വേദനിക്കുന്നവരെ, രോഗികളായിട്ടുള്ളവരെ, അവശരെ, അവരെല്ലാം പ്രത്യേകം പരിപാലിച്ചു പോന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ആ ഒരു വ്രണം ശുശ്രൂഷയ്ക്ക് ശക്തി പകർന്നു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, ഉപദേശം സ്വീകരിച്ചാൽ നമുക്കും രക്ഷപ്പെടാൻ പറ്റും. ദൈവം നൽകുന്ന ഉപദേശം, ബൈബിൾ മൊത്തം ദൈവം തരുന്ന ഒരു ഉപദേശമാണ്. ദൈവത്തിൻ്റെ ഒരു സ്നേഹ ദൂതാണ്. അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. ഒത്തിരി പേരുടെ പ്രശ്നം, അവർക്ക് ആരുടെയും ഉപദേശം കേൾക്കണ്ട. എനിക്കറിയാം, അവർ വീട്ടിൽ നടന്നുകൊണ്ടിരുന്ന കാര്യം, അമ്മ വാ തുറക്കുമ്പോഴേ മകള് ചെവി പൊത്തും. അവള് ആക്രോശിച്ചുകൊണ്ടിരുന്ന കാര്യം, എനിക്ക് കേൾക്കണ്ട, നിങ്ങൾ എന്നാ പറയാൻ പോകണമെന്ന് എനിക്കറിയാം, എനിക്ക് കേൾക്കണ്ട. ഇനി അവൾക്കൊരു ലൈൻ ഉണ്ടായിരുന്നു, വീട്ടുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ബന്ധം. അതുകൊണ്ട് അവളെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ഇതിനകത്തുനിന്ന് പിന്മാറാൻ, അമ്മ വാ തുറക്കുമ്പോഴേ ഇതിനു വേണ്ടിയാണ് എന്നവൾക്കറിയായിരുന്നു. അതുകൊണ്ടാണ് അവൾ കാതുപൊത്തും. ഇതുപോലെയെല്ലാം കടുംപിടുത്തം പിടിച്ച് അവസാനം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന എത്ര സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ഉപദേശം ദൈവം തരുന്നതാണേലും, മാതാപിതാക്കൾ തരുന്നതാണേലും, ഗുരുഭൂതന്മാർ തരുന്നതാണേലും, ആ ഉപദേശം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ, അതിനുള്ള ഒരു മനസ്സിൻ്റെ തുറവി, എളിമ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് രക്ഷ കൈവരിക്കാൻ നമുക്ക് സാധിക്കും. കാരണം സുഭാഷിതങ്ങൾ 14:12 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ശരിയെന്ന് നിനക്ക് തോന്നുന്നത് ചിലപ്പോൾ നിന്നെ മരണത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. വേറൊരാൾക്ക് ചിലപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റും. പ്രേമത്തിൽ കുടുങ്ങിയിരുന്ന പെമ്പച്ച് അവൾ പറഞ്ഞത്, അന്നത്തെ കാലത്ത് പലരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും എൻ്റെ തലയ്ക്കകത്തോട്ട് കയറില്ലായിരുന്നു.
പിന്നീട് എനിക്ക് മനസ്സിലായി അവർ പറഞ്ഞത് കേൾക്കേണ്ടതായിരുന്നു. അതുപോലത്തെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ആ തിരിച്ചറിവ് അവൾക്കുണ്ടായത്. ഇവിടെ നമ്മൾ ഉപദേശം അത് നമ്മൾ നിരസിച്ചു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകാവുന്ന നഷ്ടം വളരെ വലുതാണെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 19:16 വചനം, ഉപദേശം നിരസിക്കുന്നവർ മൃതിയടയും. നിന്നെ മരണത്തിലേക്ക് നയിക്കാം എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. ഉപദേശം നിരസിക്കുന്നവർ മൃതിയടയും. എഫേസ്യസ് 6:4 വചനം, മാതാപിതാക്കൾക്ക് ദൈവം നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്, കുട്ടികളെ ഉപദേശിച്ചു വളർത്തണം. അവരെന്ത് വിചാരിക്കും? അവർക്ക് നമ്മളോട് താല്പര്യക്കുറവ് തോന്നിയാലോ? അങ്ങനെയുള്ള മാനുഷികമായ പരിഗണനകൾ കൊണ്ട് ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കാതെ പോകരുത്. ഇനി അത് ഓവർ ദ ലിമിറ്റായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗുണത്തെക്കാൾ ദൂഷ്യം ചെയ്യും എന്നുള്ളത് മാതാപിതാക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. യെശയ്യാ 11:2 വചനം, റോമാലേഖനം 12:8 വചനം, അതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഉപദേശവരം. മാതാപിതാക്കൾ ഈ വരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും, മക്കൾക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ഉപദേശത്തിൻ്റെ ആത്മാവ്. ഈ ഒരു അഭിഷേകം, ഈ ഒരു ആത്മാവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഉപദേശം മറ്റുള്ളവർക്ക് അത് സ്വീകാര്യമാവുകയും ചെയ്യും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് കമ്മുന്നവരെക്കുറിച്ച്. നമുക്കറിയാലോ, പട്ടി കമ്മി, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ സ്വത്ത് കമ്മിയെടുത്തു, ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ ഒക്കെ പരിചയമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ മറ്റുള്ളവരുടെ കമ്മുന്ന വ്യക്തികൾ, അവർക്ക് വരാവുന്നത് എന്താണ്? അങ്ങനെയുള്ളവരുടെ കർണപടം തകർക്കപ്പെട്ടു എന്നുള്ളത് വചനം കൃത്യം നമ്മളെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 21:8 വായിച്ചാൽ, അന്യൻ്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ അവൻ്റെ തന്നെ ശവകുടീരത്തിനുള്ള കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ജോബ് 20:19 മുതൽ വായിച്ചാൽ, നീ പണിയാത്ത വീട് മറ്റൊരുവൻ അവന് വേണ്ടി പണിതാ, നീ വേണേ ഗുണ്ടായുസം കാണിച്ച് പിടിച്ചെടുത്തു. ഇനി ആ വീട്ടിൽ നീ താമസിച്ചാലും ഫുഡ് കഴിക്കുമ്പോൾ അത് ഉള്ളിൽ ചെല്ലുമ്പോൾ സർപ്പവിഷമായിട്ട് മാറും. നിനക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ആ വീട്ടിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജോബ് 20 യാക്കോബ് 5:4 മുതൽ വായിക്കുമ്പോൾ, പാവപ്പെട്ടവർ അവരെ പണിയെടുത്തിട്ട് അവർക്ക് കൂലി പോലും കൊടുക്കാതെ നീ അവരെ ചൂഷണം ചെയ്യുന്നെങ്കിൽ നിന്റെ ആത്മാവിനെ കൊലയുടെ ദിവസത്തേക്ക് വേണ്ടി നീ കൊഴുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് കമ്മുന്നവരാകാതെ കമിലസിനെ പോലെ വിശുദ്ധ ജീവിതം നയിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായി മാറുവാൻ ആഗ്രഹിക്കാം, തീരുമാനമെടുക്കാം. ഒപ്പം നമ്മുടെ ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.